നമ്മളുടെ വണ്ടി ഇപ്പോൾ ഇത് ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വണ്ടി ഇങ്ങനെ യൂ ടേൺ എടുത്തിട്ട് എനിക്കിങ്ങനെ പോകണം, ഇങ്ങോട്ടേക്ക് എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഇത് കുറച്ച് തിരക്കുള്ള റോഡാണ്, വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഗിയർ ഇതാ ഫസ്റ്റ് ഗിയർ ആക്കാൻ വേണ്ടി പോവുകയാണ്. ഗിയർ ഫസ്റ്റ് ഗിയർ ആക്കി ഹാൻഡ് ബ്രേക്ക് ഞാൻ റിലീസ് ചെയ്തു. ഇനി ഞാനിപ്പോൾ വണ്ടി തിരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. എങ്ങനെയാണ് കറക്റ്റായിട്ട് റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. പിന്നെ ഇങ്ങനെ നിർത്തിയിട്ട വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും ഗ്ലാസ്സുകളൊക്കെ ആദ്യം താഴ്ത്തി ഇടുക. ഇപ്പോൾ 4 ഗ്ലാസ് ഞാൻ താഴ്ത്തി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ AC ഓണാക്കി ചൂട് എയറൊക്കെ ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ ഗ്ലാസ് കയറ്റരുത്. ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ടത് മിററാണ്. ഈ മിററിലൂടെ വ്യക്തമായിട്ട് നോക്കണം. പിന്നെ ബാക്കിൽ വണ്ടിയില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ തിരിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇപ്പോൾ ഇതാ ബാക്കിൽ നിന്ന് വണ്ടിയില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തി. ഫ്രണ്ടും കൂടെ നോക്കണം, ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കണം. ഇപ്പോൾ വണ്ടിയില്ല. പതിയെ ഞാൻ ഇതാ ഹാഫ് ക്ലച്ച് ആക്കുന്നു. എന്നിട്ട് ഇതാ പതിയെ വണ്ടി എടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ഷോൾഡർ ചരിച്ച് നോക്കണം, വണ്ടിയില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ വണ്ടിയൊന്നുമില്ല. ഞാനിതാ തിരിച്ചു, കണ്ടില്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് ഇതാ സ്റ്റഡിയാക്കിയിട്ട് നമ്മൾ പതിയെ പോകുന്നു. ഒന്ന് സ്പീഡ് കൂട്ടി ഗിയർ ഞാനിതാ സെക്കൻഡ് ഗിയർ ആക്കി. ഇപ്പോൾ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ വണ്ടി ഓടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് കയറ്റണം. ഇപ്പോൾ ഞാനിതാ കുറച്ച് ദൂരം വണ്ടി ഇതാ ഇങ്ങനെ മുന്നോട്ടേക്ക് ഇതേപോലെ തന്നെ പോകുന്നു. നോക്കാം നിങ്ങൾ. ഇപ്പോൾ ഞാനിതാ കുറച്ച് ദൂരം മുന്നിലേക്ക് എത്തി. ഇനി ഞാനിതാ ഗ്ലാസ്സൊക്കെ കയറ്റാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഫ്രഷ് എയറൊക്കെ പിന്നെ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ടാവും. ഞാനിതാ പതിയെ ഗ്ലാസ് കയറ്റുന്നു. ഇത് കുറച്ച് വലിയ വളവാണ്, അത് നമ്മൾ ശ്രദ്ധിച്ച് പോകണം. ഇങ്ങനെ ഇവിടെ നമുക്ക് കാണുന്നതുകൊണ്ടാണ് ഹോൺ അടിക്കാത്തത്. അപ്പം അപ്പുറത്ത് വരുന്ന വണ്ടിയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹോണൊന്നും അടിച്ചില്ല, ഹോൺ അടിക്കാതെ തന്നെ വന്നു. സെക്കൻഡ് ഗിയറിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റിയറിംഗ് അനാവശ്യമായിട്ട് തിരിക്കേണ്ട കാര്യമില്ല. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. എപ്പോഴും 2 കൈ കൊണ്ടും സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ശീലിക്കുക. ഒറ്റ കൈ കൊണ്ട് പിന്നെ സ്റ്റിയറിംഗ് പിടിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഒന്ന് സ്പീഡ് കൂട്ടി ഇതാ തേർഡ് ഗിയർ ആക്കുന്നു. തേർഡ് ഗിയറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ കൈയിലൊക്കെ സ്റ്റിയറിംഗ് പിടിച്ച് പോകുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും എമർജൻസി ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് പിടിച്ചാൽ ഓക്കെ ആവില്ല. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും സഡൻ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. വണ്ടി ചിലപ്പോൾ ഒരു സൈഡിലേക്കൊക്കെ പോകും. ഇപ്പോൾ ചില സമയത്ത് പിന്നെ നമ്മുടെ വണ്ടിയുടെ ടയർ പൊട്ടിപ്പോയി നിങ്ങൾ വിചാരിക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾ ഒറ്റ കൈയിലാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി എവിടെയെങ്കിലുമൊക്കെ പോകും. ചിലപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയില്ല വണ്ടീനെ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒറ്റ കൈ കൊണ്ട് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകരുത്. ഒന്നും കൂടെ ഞാൻ സ്പീഡ് കൂട്ടി ഇത് തേർഡ് ഗിയർ ആക്കി. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സ്മൂത്തായിട്ട് എനിക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. എൻ്റെ 2 കൈയും നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ തേർഡ് ഗിയറിൽ സ്മൂത്തായിട്ട് പോകുന്നു. ഇപ്പോൾ ഞാനിവിടെ ഹോൺ അടിച്ചു. ഒരു വളവാണ്, നമുക്ക് അപ്പുറ സൈഡ് കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഹോൺ അടിച്ചിരിക്കണം. ഇനി കുറച്ച് വലിയ വളവുകളാണ് വരുന്നത്. അപ്പോൾ ഇപ്പം 4th ഗിയറിലാണ് ഉള്ളത്. അതെനിക്ക് പോകാൻ പറ്റില്ല. തേർഡ് ഗിയർ ആക്കി ഞാനൊന്ന് ജസ്റ്റ് ഡൗൺ ചെയ്തു. കാരണം കുറേ വളവുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് സ്പീഡിൽ പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഗിയർ ഡൗൺ ചെയ്തത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിപ്പോൾ സൈഡ് ചേർത്തിട്ടാണ് പോകുന്നത്. ഇനി വലിയൊരു വളവാണ്. പിന്നെ ഞാൻ തേർഡ് ഗിയർ മാറ്റി സെക്കൻഡ് ഗിയർ ആക്കുന്നു. സെക്കൻഡ് ഗിയർ ആക്കി സെക്കൻഡ് ഗിയർ ആക്കി ക്ലച്ച് നിന്ന് കാലെടുത്ത് താഴെ വെച്ചു. ഇതൊരു കയറ്റവും വളവുമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ആക്കിയത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാനിതാ ഒന്ന് സ്പീഡ് കൂട്ടി ഈ സെക്കൻഡ് ഗിയർ എന്നുള്ളത് ഷിഫ്റ്റ് ചെയ്ത് തേർഡ് ഗിയർ ആക്കുന്നു. ഇപ്പോൾ തേർഡ് ഗിയർ ആക്കി, കണ്ടില്ലേ. ഇങ്ങനെ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ ഒരിക്കലും വിട്ട് പോകരുത്. കൺട്രോൾ വിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും, വണ്ടി എങ്ങോട്ടേക്കെങ്കിലും പോകും. അങ്ങനെ ഒരിക്കലും ആവാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങൾ നോക്കുക, ഇതേപോലെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോവാം. ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ടാണ് പോകുന്നത്. അതെങ്ങനെ മനസ്സിലാക്കാം? ലെഫ്റ്റ് സൈഡ് മിറർ നോക്കിയിട്ട് മനസ്സിലാക്കാം. മിറർ നോക്കിക്കഴിഞ്ഞാൽ എത്ര ക്ലിയറൻസിലാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം. റൈറ്റ് മിറർ നിങ്ങൾ നോക്കണം, ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കണം. ഇപ്പോൾ ഞാൻ തേർഡ് ഗിയറിലാണ് പോകുന്നത്. ഒന്ന് സ്പീഡ് കൂട്ടി ഞാൻ ഇത് 4th ഗിയർ ആക്കുന്നു. നമ്മൾ വെറുതെ നമ്മുടെ വണ്ടിയുടെ ഇന്ധനം കത്തിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് 4th ഗിയറിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ പോകാം. നിങ്ങൾ ഹോൺ അടിച്ചിരിക്കണം നിർബന്ധമായിട്ടും. പ്രത്യേകിച്ച് ആളുകളെയൊക്കെ കാണുന്ന സമയത്തൊന്ന് ഹോൺ അടിച്ചോളൂ. നമ്മൾ 4th ഗിയറിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നോക്കി നിങ്ങൾ. ഇനിയിപ്പോൾ ഒരു വലിയ വളവാണ്. ഇവിടെ ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ ആക്കി. പെട്ടെന്നായിരിക്കണം അത്. ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയർ ആക്കി. പക്ഷേ ഇവിടെ ഭയങ്കര റഫ് റോഡാണ്. ഞാൻ എന്ത് ചെയ്യുന്നു,
ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ച് സ്ലോ ആക്കി ഇതാ സെക്കൻഡ് ഗിയർ ആക്കി. കണ്ടില്ലേ, വളരെ സ്ലോ ആക്കി. ഇവിടെ നല്ല റഫ് റോഡാണ്. ഇങ്ങനെ തുള്ളി തുള്ളി പോയി കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ പിന്നെ കണ്ടീഷനൊക്കെ മാറി മാറി വരും. അതായത് പിന്നെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ തെറ്റും. അപ്പോൾ നമ്മൾ പതിയെ പോകുന്നത് ഒരു ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് ഞാനിതാ പതിയെ പോയി. കണ്ടില്ലേ, ഞാൻ അവിടെ ബ്രേക്കും ക്ലച്ചും ചവിട്ടി. എന്തിനാണ് ചവിട്ടിയത്? പെട്ടെന്ന് സ്ലോ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ സെക്കൻഡ് ഗിയറിലാണ് പതിയെ പോകുന്നത്. സെക്കൻഡ് ഗിയറിൽ പോയിട്ട് പെട്ടെന്ന് നിങ്ങൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യരുത്. ഒന്ന് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് സ്പീഡ് കൂട്ടിയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം. ഇത് വളവുകളാണ്. ഇവിടെ സ്പീഡ് കൂട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതേ ഗിയറിൽ തന്നെ പോവുക. എന്താണ് പ്രശ്നം? അതേ ഗിയറിൽ തന്നെ പോയിക്കോളൂ. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് ഞാനുള്ളത്. ഞാനിപ്പോൾ മാറ്റുന്നില്ല. സെക്കൻഡ് ഗിയർ ഞാൻ മാറ്റുന്നില്ല. കാരണം വലിയ വലിയ വളവുകളാണ് ഇവിടെ. എനിക്ക് അങ്ങനെ സ്പീഡിൽ പോകാൻ കഴിയില്ല. അപ്പോൾ പ്രത്യേകിച്ചും തുടക്കക്കാരൊക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കണ്ടില്ലേ, ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിൽ പതിയെ പോകുന്നു. ഈ വളവുകളൊക്കെ തിരിയുന്നുണ്ടല്ലേ നിങ്ങൾ? ഇവിടെ ഞാൻ ഹോൺ അടിക്കാത്തത് എനിക്ക് വ്യക്തമായിട്ട് കാഴ്ച കിട്ടുന്നതുകൊണ്ടാണ് മുമ്പിലത്തെ. അല്ലെങ്കിൽ ഞാൻ ഹോൺ അടിച്ചേനെ. കണ്ടില്ലേ, സെക്കൻഡ് ഗിയറിൽ തന്നെ നമ്മൾ പോകുന്നു. ഒന്ന് സ്പീഡ് കൂട്ടി തേർഡ് ഗിയർ ആക്കുന്നു. ഞാൻ തേർഡ് ഗിയറിൽ ആക്കി. തേർഡ് ഗിയറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ വളവാണ്. ഞാൻ ഇത് ഹോൺ അടിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ആക്സിലറേറ്റർ കൺട്രോൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. തേർഡ് ഗിയറിലാണുള്ളത്. നിങ്ങൾ നോക്കുക, വളവാണ്. എങ്ങനെയാണ് സ്റ്റിയറിംഗ് തിരിക്കുന്നത് നോക്കുക. കണ്ടില്ലേ, പതിയെ സ്റ്റിയറിംഗ് തിരിക്കുന്നു. ഇതുപോലെ നമുക്ക് സ്മൂത്തായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാം. കണ്ടില്ലേ, തേർഡ് ഗിയർ തന്നെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും വലിയൊരു വളവാണ് വരുന്നത്. ഞാൻ വളരെ ശ്രദ്ധിച്ച് വണ്ടി എടുക്കണം. തേർഡ് ഗിയർ തന്നെ പോകുന്നു. ഞാൻ ഇതിങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ച് കണ്ടില്ലേ, എന്താ തേർഡ് ഗിയറിൽ ഇങ്ങനെ ഇത് ഇവിടം വരെ പോയി. നോക്കിയാൽ നിങ്ങൾ ഇതേപോലെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ വളവ് ഞാൻ തിരിക്കുന്നത് ഇങ്ങനെ നോക്കി നിങ്ങൾ ഇതേപോലെ ഇതാ തേർഡ് ഗിയറിൽ ഇങ്ങനെ വന്ന് കണ്ടില്ലേ തിരിഞ്ഞു. ഇനി നിങ്ങൾ നോക്കുക, ഇവിടുന്ന് ഞാൻ യൂ ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർത്ത് ആദ്യം വണ്ടി ഇങ്ങനെ നിർത്തി. ഇനിയാണ് ഞാൻ ഇവിടുന്ന് യൂ ടേൺ എടുക്കാൻ പോകുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്യണം? ആദ്യം ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കണം. ഗിയർ എന്ത് ചെയ്യണം? ഗിയർ ഞാൻ ഫസ്റ്റ് ഗിയർ ആക്കണം. ഫസ്റ്റ് ഗിയർ ആക്കിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ പിന്നെ മാക്സിമം ലെഫ്റ്റ് ചേർത്ത് ഞാൻ നിർത്തി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് റൈറ്റിലേക്ക് തിരിക്കുന്നു. നിങ്ങൾ നോക്കുക, റൈറ്റിലേക്ക് ഫുള്ളായിട്ട് തിരിച്ചുകൊണ്ട് വണ്ടി പതിയെ മുന്നോട്ടേക്ക് എടുക്കുന്നു. അവിടുന്ന് വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത് എടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഫുള്ള് മുന്നോട്ടേക്ക് എടുക്കുന്നില്ല. ഒരു ബസ് വരുന്നുണ്ട്. ഞാൻ സ്റ്റിയറിംഗ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് റിവേഴ്സ് എടുക്കുന്നു. ഓക്കെ, നിങ്ങൾ ഒരു ബസ് വരുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മുന്നോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള വണ്ടികൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ എടുക്കരുത്. റോഡിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് നമ്മളിത് ചെയ്യാം. ഞാൻ കുറച്ച് ബാക്കോട്ടേക്ക് എടുത്തു. ഞാൻ ഇതാ പിന്നെ വീണ്ടും ഫസ്റ്റ് ഗിയർ ആക്കി. നേരത്തെ റിവേഴ്സ് ഗിയർ ആക്കിയിട്ടാണ് ബാക്ക് എടുത്തത്. ഫസ്റ്റ് ഗിയർ ആക്കിയിട്ട് ഞാനിതാ സ്റ്റിയറിംഗ് തിരിക്കും. നിങ്ങൾ നോക്കി കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു വന്നു. ഓക്കെ, കണ്ടില്ലേ, അപ്പോൾ വളരെ സ്മൂത്തായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ പോകുന്നു. ഒന്ന് സ്പീഡ് കൂട്ടി സെക്കൻഡ് ഗിയർ ആക്കി. ഇതേപോലെ നമുക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ പിന്നെ റൈറ്റ് സൈഡിലുള്ള ഒരു ഷോപ്പിലേക്ക് കയറാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കണം. കൊടുത്തിട്ട് ബാക്കിൽ നിന്ന് വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തണം. ഫ്രണ്ടിൽ നിന്നും വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തണം. പതിയെ പോകണം. വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തി ഞാൻ ഇതാ റൈറ്റിലേക്ക് തിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് തിരിക്കുന്നത്. ഇതാ പതിയെ 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 ഇതാ ഞാൻ ഇതാ മുന്നിലേക്ക് കയറി. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഉടനെ സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കുക. സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കിയിട്ട് എന്ത് ചെയ്യണം? പിന്നെ ഗിയർ ഇതാ ഞാൻ ന്യൂട്രലാക്കി. ഞാൻ ഇതാ ഹാൻഡ് ബ്രേക്ക് എൻഗേജാക്കി. കണ്ടില്ലേ, ഇതേപോലെ ആയിരിക്കണം നിങ്ങൾ നിർത്തേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എപ്പോഴും. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഇതേപോലെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് മസ്റ്റാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. എന്നാലേ നിങ്ങളുടെ കയ്യിൽ വണ്ടി ഒതുങ്ങുകയുള്ളൂ. എന്തായാലും വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്